മനോഹരമായ ദേവാലയം കേട്ടോ. ഒത്തിരിയേറെ അഭിമാനം തോന്നുന്നു. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം മനുഷ്യരുടെ കരങ്ങളിലൂടെ ദൈവത്തിൻ്റെ സുന്ദരമായ കരവേലിയാണിത്. ദൈവം നമുക്ക് സാധിച്ചു തന്നിരിക്കും. ഞാൻ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കിയപ്പോൾ ഈ കല്ലുകളിൽ തീർത്ത ഈ ദേവാലയം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഥകൾ പറയുന്ന ഈ ദേവാലയം നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സന്തോഷവുമാണ്. എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ദിവസമാണിത്, ഒരു സംശയമില്ല. സമയം 1 മണി കഴിഞ്ഞെങ്കിൽ തന്നെ വാടിയ മുഖമല്ല ഞാൻ കാണുന്നത്. വളരെ സന്തോഷം നമുക്ക് നൽകുന്നത് ഉള്ളിൽ നിന്നാണ്. ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്ന സന്തോഷം ആനന്ദമാണ്. ഈ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വികാരി അച്ഛൻ ഡേവിസ് പാണാടച്ചന് നമുക്ക് എല്ലാവർക്കും ഒരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ഒപ്പം കൂടെ നിന്നുകൊണ്ട് നമ്മുടെ അസിസ്റ്റന്റ് വികാരി അച്ഛനുണ്ട്, ജസ്മിൻ അച്ഛൻ, അതുപോലെ തന്നെ MJ വിൽസന്റെ നേതൃത്വം ഒരു ടീം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടീമായിട്ടുള്ള ജെൻസൺ ആൻഡ് ടീം, ഇവരാണ് എല്ലാവർക്കും നേതൃത്വം കൊടുത്തിട്ട് അച്ഛൻ്റെ കൂടെ ഉണ്ടാവുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തിലെ 37-ാം അധ്യായത്തിലെ വിശുദ്ധ കൂടാരത്തിന്റെ നിർമ്മാണത്തെ പറ്റി പറയുമ്പോൾ ഇപ്രകാരമാണത്: രസായലിനെയും ഓലിയാബിനെയും ഏൽപ്പിച്ചുകൊണ്ട് മോസസ് അവരോട് പറയുകയാണ്, നിനക്ക് കരുതലുള്ളവരെ, കരവിരുതുള്ളവരെ, ഉൾപ്രേരണയുള്ളവരെ സഹകരിപ്പിച്ചുകൊണ്ട് നീ കൂടാരം പണിയുക, വിശുദ്ധ കൂടാരം പണിയുക. അതിമനോഹരമായിട്ടുള്ള കൂടാരം പണിയുവാനായിട്ട് അവരെല്ലാവരും ഒരുമിച്ച് വരികയാണ്. പിറ്റേ ദിവസം മുതൽ അവിടേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഓരോ പ്രഭാതത്തിലും വളരെയധികം കാഴ്ചവസ്തുക്കളായിട്ട് ആൾ വന്നു. ഒരുപാട് വന്നപ്പോൾ മോസസ് പറഞ്ഞു, വേണ്ട, നമുക്കിത് മതി, നമുക്ക് ധാരാളമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും എനിക്കും വരുന്ന ഒരു അനുഭവം എങ്ങനെയാണ്. സ്നേഹം നിറഞ്ഞ ഒരു മോസസിന്റെ നേതൃത്വ നിരയിലുള്ള നമ്മുടെ ഡേവിസ് അച്ഛൻ, അദ്ദേഹത്തിന്റെ കൂടെ കൊടുത്തിരിക്കുന്ന ഈ പറഞ്ഞ നേരത്തെയുള്ള അവരെല്ലാവരും ഒന്നിച്ചേർന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ദേവാലയത്തിന് വേണ്ടി കൊടുക്കാൻ സാധിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോന്നും ഇതുപോലെ കാഴ്ചവസ്തുക്കളാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഡേവിസിനാണ്, അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ഇത് സംഭാവന ചെയ്യുവാനായിട്ട് നല്ല മനസ്സോടുകൂടി വന്ന ഒരുപാട് ജനങ്ങൾ ഇതിന് മുമ്പിലുണ്ട്. മുകളിലുള്ള വളരെയധികം പ്രത്യേകതയുള്ളൊരു ജീസസിന്റെ ആ രൂപമാണ് നമുക്കുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ പ്രഭാതത്തിൽ കാഴ്ചവസ്തുവായിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ സഹോദരന്മാരിൽ ഒരാൾ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ. ഈ ആൾത്താര കർത്താവിന്റെ മേശ അതുപോലെ തന്നെയാണ്, സക്രാരി അതുപോലെ തന്നെയാണ്, മുൻവശത്തുള്ള കൊടിമരം അതുപോലെ തന്നെയാണ്, കൽക്കുരിശ് അതുപോലെ തന്നെയാണ്, ഗ്രോട്ട അതുപോലെ തന്നെയാണ്, ബസ്രാവുമ അതുപോലെയാണ്. ഇതുപോലെ ഓരോന്നും എടുക്കുമ്പോഴും ആ പഴയ നിയമത്തിലെ മോസസിനോട് ചേർന്ന് പ്രവർത്തിച്ച ആ ജനതയെ പോലെ തന്നെ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മതി, ഇത് മതി, ഇത് മതി, മറ്റെങ്ങു നിന്നും സംഭാവന കൈനീട്ടാതെ തമ്പുരാൻ കൊണ്ടുവന്നത് സ്വീകരിച്ച് ഇത്രയും മനോഹരമായിട്ടൊരു ദേവാലയം രൂപം കൊടുക്കുവാനായിട്ട് നേതൃത്വമെടുത്ത സ്നേഹം നിറഞ്ഞ ഡേവിസ് അച്ഛനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും പേരിലെ ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷവും സമാധാനം സംരക്ഷിക്കുകയാണ്. ഇന്ന ദിവസം ഇങ്ങനെ ഒരു ഫെലിസിറ്റേഷൻ പറയണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും പുതിയത് പറയണമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, നമുക്കൊക്കെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സന്തോഷം നൽകുന്ന ഒന്നാണ് അമ്യൂസ്മെന്റ് പാർക്ക്, വണ്ടർലാ. എനിക്ക് തോന്നി ദിസ് ഈസ് എ വണ്ടർലാ ഓഫ് വർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്. വണ്ടർലാ ഓഫ് ഫെലോഷിപ്പ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ വിസ്മയങ്ങളുടെ ഒരു ഇടവകയാണിത്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും വിസ്മയത്തിൻ്റെതായിട്ട്, അത്ഭുതങ്ങളുടേതായിട്ട്. ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ 8 മാസം കൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കാന്ന് പറഞ്ഞു, ഇത്രയും മനോഹരമായ ഒരു ദേവാലയത്തിന് രൂപം കൊടുക്കാന്ന് പറഞ്ഞു. ഈ കോവിഡ് കാലം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും കൂടി സമയം എടുക്കുമായിരുന്നില്ല. 5.5 വർഷം കൊണ്ട് 30 കോടിയിലേറെ ഒരു ഫൈനാൻസ് ട്രാൻസാക്ഷൻ നടക്കാന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അത്ഭുതമാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ ഓരോന്നിലോട്ടും കടന്നു വന്നാൽ നമുക്കറിയാൻ സാധിക്കും. 6 വർഷമാകുന്നുള്ളൂ, 6ാം ക്ലാസ് ആയി കഴിഞ്ഞു, ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് ആയി കഴിഞ്ഞു. ചാവറപ്പിതാവിന്റെ ചൈതന്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ഡേവിസിന്റെ നേതൃത്വത്തിൽ പള്ളിയും പള്ളിക്കൂടവും ആദ്യം വന്ന് പള്ളി പിന്നെ വരുന്നു, ഒപ്പമാണ് പോകുന്നത്. അതും നല്ല ഒരു 1/2 ഏക്കർ സ്ഥലം ഒക്കെ അവിടെ കിടപ്പുണ്ട്. ഇത്രയും സമയം കൊണ്ട് ഒരു ഏക്കർ സ്ഥലം സ്വന്തമാക്കി എന്നുള്ളത് ഈ ബാംഗ്ലൂരിന്റെ നടുമുറ്റത്ത് നടുക്ക് നമുക്ക് സാധിച്ചെന്നുള്ളത് വളരെയധികം അഭിമാനാർഹമാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്
കഴിഞ്ഞ വർഷം നവംബർ 2-ാം തീയതി മുതൽ നമ്മുടെയൊക്കെ ഗതി എന്താവുമെന്ന് അറിയാൻ പാടില്ലായിരുന്നില്ല. അതിരൂപതയിൽ നിന്ന്, ബാംഗ്ലൂർ അതിരൂപതയിൽ നമുക്ക് ലഭിച്ചു ഒരു എഴുത്ത്. എന്താണ്? നവംബർ 2-ന് മുമ്പ് എല്ലാവരും മരിച്ചിരിക്കുക, അല്ലെങ്കിൽ അടക്കാൻ സ്ഥലമില്ല. സെമിത്തേരി കണ്ടുപിടിച്ചോളണം. എല്ലാ അച്ഛന്മാരും നട്ടവിട്ട് ഓടി ഒരു സെമിത്തേരിക്ക് സ്ഥലം പിടിക്കാൻ. സ്ഥലമൊന്നും കിട്ടിയില്ല ഇതുവരെയായിട്ടും. പക്ഷേ ഇവിടെ 400 ചില്ലാൻ പേർക്ക് മരിച്ചാൽ അടക്കുവാനായിട്ട് ബസ്റൗമ, ഹൗസ് ഓഫ് ദ ലോർഡ് ഈസ് ദേർ. എങ്ങുമില്ലാത്തതാണെന്നുള്ള സംശയം ഇതൊക്കെ എത്രയോ അത്ഭുതങ്ങൾ നമുക്ക് വിടുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദിസ് ഈസ് എ വണ്ടർല ഓഫ് വർഷിപ്പ്. മോസസ് ആ കൂടാരം പണിത് കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന്റെ ആ മേഘം മുകളിൽ നിന്നും രാത്രി പ്രകാശിച്ചു. അത് നോക്കിയിട്ട് അവർ യാത്ര ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മോടും പറയുന്നത് ഇത് തന്നെയാണ്. ഇത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു കൂടാരമാണ്. ഈ മഹത്വത്തിന്റെ കൂടാരമായിരിക്കണം നമ്മുടെ യാത്രയുടെ ഓരോ ചുവടുവെപ്പും. ആ മഹത്വത്തിന്റെ കൂടാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ശക്തി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, ദൈവത്തിന് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഇന്നത്തെ ദിവസത്തിന്റെ വലിയ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട്, നമുക്ക് സന്തോഷം നൽകുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് ഇവിടെ എനിക്ക് തോന്നുന്നു മണ്ഡ്യ രൂപതയിൽ മധ്യസ്ഥയായിട്ട് പരിശുദ്ധ അമ്മയുടെ 19 ഇടവകളും ദിവ്യകാരുണ്യ സമൂഹങ്ങളും ഉണ്ട്. എല്ലാം കൂടി 19 എണ്ണം ഉണ്ട്. അതിൻ്റെ ഒരു തിളക്കുറിയെന്ന വണ്ണം ബസവനഗറിൽ രൂപം കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ ദേവാലയം ദൈവം നമുക്ക് നൽകിയ സമ്മാനമായി ഏറ്റുവാങ്ങാം. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഡേവിസ് അച്ഛനെ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം വളരെയധികം ജോലി ചെയ്യുന്നതിന് ഇടയ്ക്കാണെന്ന് ഓർക്കുക. ആ അക്കാഡമിയിലൊക്കെ താമസിക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ വരിക, ഇവിടെ നിന്ന് അവിടെ പോവുക. ഇവിടെയുള്ള നിങ്ങളെല്ലാവരും സഹകരിച്ചിട്ടുള്ളത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ അവിടുത്തെ കോളേജിന്റെ പ്രിൻസിപ്പാളാണ്. മറ്റു കഴിഞ്ഞ വർഷം PRO ആയിരുന്നു മണ്ഡ്യ രൂപതയുടെ. ഇങ്ങനെ ബൈബിൾ കാറ്റഗീസത്തിന്റെ കമ്മീഷൻ ടു സെക്രട്ടറി ടു ദ കമ്മീഷനാണ്. പിന്നെ എല്ലാം ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ മനോഹരമായിട്ട് രൂപം കൊടുത്തത്. പക്ഷേ അതിന് കൂടെ നിന്ന നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വിയർപ്പ്, നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആഗ്രഹം നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് ദൈവം നൽകിയ ആ കണ്ണുനീരിന്റെ ഇറ്റിറ്റ് വീണ ഉപ്പുള്ള രസമുള്ള കണ്ണുനീരിന് സമ്മാനമായി നൽകിയ ദൈവത്തിന്റെ വലിയ ദാനത്തിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ദേവാലയമാണിത്, നിങ്ങളുടെ ദേവാലയമാണിത്. നിങ്ങൾ ഇവിടെ വരണം. ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് നമുക്ക് നൽകിയ വലിയ ദാനത്തിന് നന്ദി പറയണം. അടുത്ത തലമുറയ്ക്ക് കർത്താവിനെ സ്തുതിക്കുവാനുള്ള ഒരു ആലയം നമുക്കുണ്ടായതിൽ നമുക്ക് ഇന്ന ദിവസം നന്ദി പറയാം. ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഡേവിസ് അച്ഛനെയും കൂടെ നിന്ന എല്ലാ സഹോദരങ്ങളെയും, പ്രത്യേകിച്ചൂടെ കോർ കമ്മിറ്റിയുണ്ട്, ട്രസ്റ്റിമാരുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, വാർഡ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, സംഘടനാ പ്രതിനിധികളുണ്ട്, ആൾത്താർ സംഘമുണ്ട്, ഗായ സംഘമുണ്ട്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുകയും നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇടവകജനമേ ഉണരൂ, തിരുസഭ പുളകം കൊള്ളൂ, കഥ പറയും കല്ലുകൾ തൻ പള്ളി ഉയർന്നു. അഭിമാനം തിരതല്ലും മനതാരിൽ തുടികൊട്ടും സ്നേഹത്തിൻ നിറവായി ബലിവേദിയുണർന്നു. ഇടവകജനമേ ഉണരൂ, തിരുസഭ പുളകം കൊള്ളൂ, കഥ പറയും കല്ലുകൾ തൻ പള്ളി ഉയർന്നു. അഭിമാനം തിരതല്ലും മനതാരിൽ തുടികൊട്ടും സ്നേഹത്തിൻ നിറവായി ബലിവേദിയുണർന്നു. ഒരു അത്ഭുത വൈദികൻ, ഒരു അത്ഭുത ഇടവക. ഇത് മാത്രമാണ് ബഹുമാനപ്പെട്ട വിക്രം ജനറലച്ചൻ്റെ വാക്കുകൾ കടമെടുത്താണ് എനിക്കും പറയാനുള്ളത്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ ഗ്രസിച്ചിരിക്കുന്നു, എന്നെ വിഴുങ്ങിക്കളഞ്ഞു. ജോൺ 2:17 ഈശോ അതെന്നെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛന് ഇത് ആരംഭിച്ചത് ദാവീദിനെ കുറിച്ചാണ്. ഒത്തിരി പേര് സ്വപ്നം കാണുന്നുണ്ട്. ദാവീദ് ഒരു സ്വപ്നം കണ്ടു, പക്ഷേ ദൈവം ആ സ്വപ്നം പൂർത്തീകരിക്കാൻ അനുവദിച്ചില്ല. പുതിയൊരു ദാവീദാണ് ഡേവിസ് അച്ഛൻ. സ്വപ്നം കാണുക മാത്രമല്ല, സ്വപ്നം പൂർത്തീകരിക്കാൻ ദൈവം ഭാഗ്യം ചെയ്യുന്നതിനും കൂടിയാണ് ഡേവിസ് അച്ഛൻ. ഡേവിസ് അച്ഛൻ ചാലക്കുടിയിൽ ഒറോന ഇടവകയിൽ ഡീക്കൻ മിനിസ്ട്രി ചെയ്യുന്ന സമയം മുതൽ ഇന്നോളം വരെ വ്യത്യസ്തനായ ഒരു അജപാലന ശൈലി സ്വീകരിച്ച ഒരു CMI വൈദികനാണ്. എവിടെയൊക്കെ ചെന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായൊരു സ്പെഷ്യൽ ടച്ച് ഉണ്ട്. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു, അച്ഛന് വേണമെങ്കിൽ റോമിൽ പോയി പഠിക്കാമായിരുന്നു. അച്ഛൻ്റെതായ കൺവിക്ഷൻസും അദ്ദേഹത്തിൻ്റെതായ പ്രയോറിറ്റീസ് ഉണ്ട്. അദ്ദേഹം ഒരുപക്ഷെ തമ്പുരാൻ അദ്ദേഹത്തെ കൊടുത്തി ഏൽപ്പിച്ച ദൗത്യം ഇതായിരിക്കണം. അതുകൊണ്ട് തമ്പുരാൻ ഈ ഭൂമിയിൽ പ്രധാനമായിട്ടും പള്ളി, ബഹുമാനപ്പെട്ട പിതാവിൻ്റെയൊക്കെ വാക്കുകളുടെ പള്ളി ദൈവജനമാണ്. മനോഹരമായൊരു കൂട്ടായ്മ രൂപീകരിച്ചു. ആ കൂട്ടായ്മയുടെ പ്രതീകമാണ് ഈ ദേവാലയം, ഈ സ്നേഹത്തിൻ്റെ ഈ വലിയ പതിപ്പ്.
അത് ഡേവിസിന് പ്രത്യേക ദൈവം കൊടുത്തൊരു ചാതുര്യമുണ്ട്, ഒരു കൃപയുണ്ട്. അതെവിടെയായാലും ഡേവിസിന് അത് നിർവഹിച്ചിട്ടുണ്ട്. ഏത് മേഖലയിലും ഡേവിസിനെ നിയോഗിക്കാം. സ്കൂളിലാകാം, കോളേജിലാകാം, ദൈവശാസ്ത്ര പഠന കേന്ദ്രത്തിലാകാം, സെമിനറിയിലാകാം, ഏത് മേഖലയിലും തൻ്റെതായ കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തിയാണ് ഡേവിസിച്ചൻ. ഒരുപക്ഷെ ദിവസങ്ങളിൽ എന്നോട് അവിടുത്തെ തിയോളജിയൻസിന് ആരെങ്കിലും ഒരു അജപാലനത്തെ കുറിച്ചിട്ടൊരു സ്റ്റോക്ക് കൊടുക്കണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡേവിസിച്ചനായിരിക്കും. ഈ കാലഘട്ടങ്ങളിൽ എന്താണ് അജപാലനം എന്ന് പഠിപ്പിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കുകളല്ല, ഡേവിസിച്ചനാകുന്ന ടെക്സ്റ്റ് ബുക്കാണ് ഇന്ന് നമ്മൾ വായിക്കേണ്ട അജപാലന ഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വാൾട്ടർ അച്ഛൻ, ഞങ്ങൾ മുൻ പ്രൊവിൻഷ്യൽ അച്ഛൻ പറഞ്ഞു, ഭയങ്കര റിസ്ക് ഡേവിസിച്ച് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരു 30 കോടിയുടെ പള്ളി സ്വപ്നം കാണാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. അത്രമാത്രം ഒരുപക്ഷെ പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള വലിയ സ്വപ്നം കാണാം. മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൽ ലെറ്റ്സ് ഡ്രീം, വലിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ പഠിപ്പിക്കുക. വലിയ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച ഔസേപ്പിതാവിൻ്റെ വർഷത്തിൽ മനോഹരമായ ദേവാലയം പരിശ്രമയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഡേവിസിച്ചന് മുഴുവൻ ധർമാരാം കുടുംബത്തിൻ്റെ നാമത്തിൽ അനുമോദനങ്ങളും ആശംസകളും നേരുക. ഡേവിസ് മാത്രമല്ല, ഇവിടെ ഒത്തിരി ഡേവിസിനെ പോലെ ഒത്തിരി ഡേവിസ്മാരും ഇവിടെ ഉണ്ട്. അത് നിങ്ങളാണ്. നിങ്ങളുടെ വലിയ കഠിനാധ്വാനം. ഒരു പക്ഷേ ഇത് കല്ലുകളുടെ കഥയല്ല, നിങ്ങളുടെ ഹൃദയങ്ങളുടെ കഥയാണ്. ഹൃദയവ്യതയുടെ കഥകളാണ്, സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ കഥകളാണ്, നൊമ്പരങ്ങളുടെ കഥകളാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഈ ദേവാലയത്തിൽ വരുമ്പോൾ വേറിട്ടൊരു അനുഭവം, വേറിട്ടൊരു കൃപ. അതുകൊണ്ട് യാക്കോബിൻ്റെ ഒരു മൽപ്പിടുത്തം പോലെ അനുഗ്രഹിക്കപ്പെടാതെ ദേവാലയം വിട്ട് പോകാൻ പാടില്ല. whenever you come should go back with the true blessing. അത് നിങ്ങൾക്ക് ലഭിക്കും, തീർച്ചയാണ്. അതുകൊണ്ട് മുഴുവൻ ധർമാരാം കുടുംബത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ മനോഹരമായ ദേവാലയം റെക്കോർഡ് സമയത്ത് പൂർത്തീകരിക്കുക. അതുപോലെ തന്നെ മാതൃകപരമായ ഒരു ഇടവക സമൂഹം, അതിന് നിങ്ങൾക്ക് ഏവർക്കും വലിയൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് നിർത്തുന്നു. അനുമോദനങ്ങൾ. അഭിഷേക തൈലം പോൽ സുന്ദരം ഹെർമോൻ മലയിൽ പെയ്യും മഞ്ഞു പോൽ മനോഹരം. അഹരോൻ തൻ അഭിഷേക തൈലം പോൽ സുന്ദരം, ഹെർമോൻ മലയിൽ പെയ്യും മഞ്ഞു പോൽ മനോഹരം. ഇന്നലെ പീഠത്തിങ്കൽ കൂടുകൂട്ടാനായി ഇന്ന ചുലകം ഇവരെ നീ ചേർത്തു നിർത്തണേ. പിൻബലി പീഠത്തിങ്കൽ കൂടുകൂട്ടാനായി ഇന്ന ചുലകം ഇവരെ നീ ചേർത്തു നിർത്തണേ. കഥ പറയുന്ന കല്ലുകളുടെ ദേവാലയം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ ഞാനിതൊക്കെ കാണാൻ കരുതി വന്നപ്പോഴാണ് പിന്നെ കേൾക്കുന്ന മണ്ഡ്യാരൂപതയിൽ ആദ്യത്തെ സെൻട്രലൈസ്ഡ് AC ദേവാലയമാണ്. അപ്പോൾ അത് കാണാനൊരു ഭാഗ്യം. ആദ്യമായിട്ട് അടുക്കൊരു പള്ളിയിലും ഞാൻ കയറുകയും ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോൾ തുടങ്ങി ഇങ്ങനെ നോക്കുമായിരുന്നു, ഇവിടെ ഇരുന്ന് ആരെങ്കിലും കഥ പറയുന്നുണ്ടോ അത്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മുകളിൽ 4 മാലാഖമാരിരുന്നിട്ട് ഏറ്റവും മുകളിൽ അവരിരുന്ന് കഥ പറയാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇനിയും ഇവിടെ വരുന്ന ആളുകളോടൊക്കെ ഇവരിരുന്ന് കഥ പറയും. 2015 ചെമ്മണ്ണൂർ ഹാളിലേക്ക് ഡേവിസ് അച്ഛൻ്റെ യാത്ര ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ ഡേവിസ് അച്ഛനെ ഫോൺ വിളിക്കുമ്പോൾ കരിപ്പിതാവിൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ ഈ വലിയ റിസ്കിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം പറഞ്ഞു, ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു ദൗത്യമാണല്ലോ ഏറ്റെടുത്തേക്കുന്നത്. അപ്പോൾ ഡേവിസ് അച്ഛന് ഭയങ്കര ധൈര്യമായിരുന്നു. ആ ഒരു ചങ്കൂറ്റം അന്നും ഇന്നും ഡേവിസ് അച്ഛൻ കാണിക്കുന്നുണ്ട്. ഡേവിസ് അച്ഛൻ വളരെ ജനറസ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കഗദാസപുര മോഡൽ എന്ന്. ഞാനിവിടെ ക്രൈസ്റ്റ് പബ്ലിക് സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ദിവസം ഞാൻ പറഞ്ഞത് പാണാടൻ മാജിക് എന്നാണ്. പാണാടൻ മാജിക് എന്ന് ഞാനിന്ന് പറയുന്നത് ഒരു പക്ഷേ ഇവിടെയുള്ള ഡേവിസ് അച്ഛൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച മറ്റുള്ളവരുള്ളൊരു അനീതിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ അച്ഛനോട് ചേർന്ന് അതിനൊന്ന് വിശാലമാക്കി പറയുകയാണ്. പക്ഷേ ഈ കഗദാസപുര മോഡലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഏത് മോഡലും മോഡൽ എന്ന് അതിൻ്റെ ഏറ്റവും ഇതിലേക്ക് പറയുന്നത് എന്തുമാത്രം റെപ്ലിക്കബിൾ ആകുമ്പോഴാണ്, അതിൻ്റെ റെപ്ലിക്കബിലിറ്റിയാണ്. ഈ ഒരു മോഡല് അങ്ങ് റെപ്ലിക്കബിൾ ആക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പാണാടൻ ഫാക്ടർ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത്രയ്ക്ക് ശ്രേഷ്ഠമായിരുന്നു, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ പാണാടൻ ഫാക്ടർ ഈ കഗദാസപുര മോഡലിൽ. അതുകൊണ്ട് നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ. ഒരുപാട് പേരെ ചേർത്ത് നിർത്തി പരിഭവങ്ങളാണ് എല്ലാവർക്കും പറയാനുള്ളത്. പക്ഷേ ഡേവിസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്ത് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ അദ്ദേഹം കൂടുതൽ കരുത്തനാവുകയാണ്. ആദ്യമേ തന്നെ ഈ ഒത്തിരി മോഡൽസ് ഉണ്ട് പറയുകയാണെങ്കിൽ. ഈ നമുക്ക് കാറ്റീസം പഠിപ്പിക്കാനായിട്ട് ആദ്യം ഹോള് വേണം, അത് വേണം, ക്ലാസ് റൂം വേണം എന്നൊക്കെ പറയും. ഓരോ വീടുകളിലേക്കൂടെ കാറ്റീസം തുടങ്ങി. അതൊക്കെ വലിയ മാതൃകകളാണ് ഡേവിസ് അച്ഛൻ നമുക്ക് നൽകിയത്. പ്രിയപ്പെട്ട ഡേവിസ് അച്ഛ, ഇത് ലോകത്തിന് തന്നെ മാതൃകയാണ് സംഭവമൊക്കെ. ഞങ്ങളെല്ലാവരും വളരെ അഭിമാനത്തോടെ കാണുന്നു.
അച്ഛൻ്റെ ഈ പ്രവർത്തനം ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രചോദനമാണ്. ഇങ്ങനെ ഒരു സമൂഹത്തെ, വളരെ കെട്ടുറപ്പുള്ളൊരു സമൂഹത്തെ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ, സ്നേഹത്തിലും കരുണയിലും ഒക്കെ അച്ഛൻ ആദ്യം പറഞ്ഞ ഒരു 2-3 ദൗത്യങ്ങളെ കുറിച്ച് അച്ഛൻ പറഞ്ഞല്ലോ, അത് വളരെ ശരിയാണ്. കാരണം ഈ സമൂഹം മണ്ഡ്യ രൂപതയ്ക്കും ലോകത്തിന് മുഴുവനും തന്നുകൊണ്ടിരിക്കുന്ന മാതൃക അച്ഛൻ്റെ വലിയ ഉൾക്കാഴ്ചയിൽ നിന്നും വരുന്നതാണ്. അതിന് അഭിവന്ദ്യ പിതാവിൻ്റെ പേരിൽ നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. അച്ഛൻ ഇനിയും ദൈവകൃപ ധാരാളമായിട്ടുള്ള അച്ഛനാണ്. ഒരുപാട് പേരിലേക്ക് ദൈവത്തിൻ്റെ കൃപ നൽകാനുള്ള അനുഗ്രഹം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. നന്ദികിടുന്നു നീ നൽകിയ നന്മകളെ ഓർത്തിയത്താരയിൽ നിന്റെ ശ്രേഷ്ഠമാം ദിവ്യ കൂദാശകളാൽ വളർന്നിടാനി ബലിപീഠം ഹേതുവാക്കിടൂ. ബലമേകും കാലാന്തേശവൃക്ഷമായിടാം, വേരുറച്ചു നൂറുമേനി വിളവ് നൽകിടാം. ഒരുമയോടെ വാഴും നീ സോദരക്കിതാ, ആമോദത്തിമിർപ്പിന്റെ നേരമായിതാ. അമരോൻ തന്ന അഭിഷേക തൈലം പോൽ സുന്ദരം, ഹെർമോൻ മലയിൽ പെയ്യും മഞ്ഞു പോൽ മനോഹരം. അഹരോൻ തൻ അഭിഷേക തൈലം പോൽ സുന്ദരം, ഹെർമോൻ മലയിൽ പെയ്യും മഞ്ഞു പോൽ മനോഹരം. ഇന്നലെ കൂടുകൂട്ടാനായി ഇന്ന് ചരണം ഇവരെ നീ ചേർത്ത് നിൽക്കണേ. പീഠത്തിങ്കൽ കൂടുകൂട്ടാനായി ഇന്ന് ചരണം ഇവരെ നീ ചേർത്ത് നിൽക്കണേ. ഞങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ വലിയ കാത്തിരിപ്പിൻ്റെ ഒരു റിസൾട്ടാണ് എന്നുള്ളത്. 5 വർഷത്തെ അല്ല, കഴിഞ്ഞ 30 വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫലമാണ്. ആരാണ് 30 വർഷം കാത്തിരുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. 1980കളുടെ ആരംഭത്തിൽ ധർമാരാം കോളേജിലെ അച്ഛന്മാർ ഒരു തീരുമാനമായിട്ട് എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ നഗരത്തിൽ പ്രത്യേകിച്ച് 2 പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വൈപ്പിനഹള്ളി, ഭഗദാസപുര ഏരിയയിൽ താമസിക്കുന്ന സീറോ മലബാർ സഭാംഗങ്ങളുടെ അജപാലനപരമായ കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊടുക്കണം. അതൊരു ഡിസിഷനായിട്ട് എഴുതി വച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ റിസറക്ഷൻ ചർച്ചിൽ മലയാളം കുർബാനയൊക്കെ തുടങ്ങിയത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഉദയനഗർ പള്ളി ഇടവകയായിട്ട് വന്നു. ഇന്ന് കാണുന്ന ഈ അതിർത്തികളെല്ലാം ഉദയനഗറിൻ്റെയും അതിർത്തിയായിരുന്നു. ഞാൻ വികാരിയായിരുന്നപ്പോൾ ഇതിൻ്റെ ഉദയനഗർ പള്ളിയുടെ അതിർത്തിയുടെ ഒരു 1/3 ഭാഗം മാത്രമേ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ഈ വിൽസൺ ചേട്ടനൊക്കെ അവിടെ വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് അവിടെ ഒന്ന് ചേരും, നിങ്ങളുടെ അത് ഇടവക അതാണ്. ഇല്ല, ഞങ്ങൾക്കൊരു ഇടവക വേണം, ഞങ്ങൾക്കൊരു പള്ളി വേണം, ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാകും. കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നത് ഇതൊരു 3ാമത്തെ മേജർ അറ്റംപ്റ്റാണ് ഇവിടെ ഒരു പള്ളി പണിയാന്നുള്ളത്. ജോസ് CC അച്ഛൻ ഇവിടെ വന്ന സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തതാണ്. അന്ന് വിൽസൺ ചേട്ടനൊക്കെ ഉണ്ട്, അത് നടന്നില്ല. പിന്നീട് കഴിഞ്ഞ 13-ൽ ഞാനിവിടെ റിസറക്ഷൻ ചർച്ചിൽ വന്നപ്പോൾ ഞാനൊരാശയം ഇങ്ങനെ പറയുന്നുണ്ടായി, നമുക്കൊരു കുറച്ച് സ്ഥലം, കാരണം ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അന്ന് കണ്ടത് നമ്മുടെ കുഞ്ഞുമക്കളെ പ്രത്യേകിച്ചും കാറ്റക്കിസം വളർത്തുവാനായിട്ട് ബുദ്ധിമുട്ട്. ഒത്തിരി സ്ഥലത്ത് പള്ളിയുണ്ട്, കുർബാനയുണ്ടൊക്കെ പോകും, പക്ഷേ നമുക്ക് സീറോ മലബാർ രീതിയിൽ കാറ്റക്കിസമില്ല. അതായത് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ റിസറക്ഷൻ ചർച്ചിൽ 11-ൽ തുടങ്ങി, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് സമയത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ നമ്മളറിയാം മൈക്ക് ഓഫ് ചെയ്തിട്ട് വരെയുണ്ട് അവിടെ. അന്ന് അവിടെ ചോദിച്ചത് നമ്മുടെ ജോയിച്ചേട്ടനായിരുന്നു പ്രസിഡൻറ്റ്. അങ്ങനെ ജോയിച്ചേട്ടൻ ഞാനും കൂടെ പണ്ണടച്ചം കണ്ടത്രയും സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നീട് 10-12 പേരോടുള്ളൊരു കമ്മിറ്റി ഉണ്ടായി. വിൽസൺ വീട് ഒരു 10 വർഷമായിട്ട് മുകളിലത്തെ ഒരു നില ഈ കുർബാനയ്ക്കും ഒരു ഇടവക വരുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ പിതാവിനെ എഴുതി ഞങ്ങൾക്കൂടെ കുർബാന ചെല്ലാനായിട്ട് ഇതിൻ്റെ ഒരു യൂണിറ്റായിട്ട് സെൻറ്റ് ജൂഡിൻ്റെ. അന്ന് ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് നമുക്ക് അനുവാദം തന്നില്ല, അതുകൊണ്ട് പിന്നെ സ്ലോ ഡൗൺ ആയി. പിന്നീട് നമ്മുടെ തട്ടിൽ പിതാവ് വന്നപ്പോൾ ഇതൊരു ഫുൾ ടൈം ഒരാൾ വേണം. കാരണം ഞാൻ കണ്ട സ്ഥലങ്ങളിലൊക്കെ സ്ഥലത്തിൻ്റെ വില കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് ഇത് കൂടാൻ പറ്റിയല്ല. അതുകൊണ്ട് തട്ടിപ്പിതാവിനോട് മാറണമെന്ന് പറഞ്ഞു. തട്ടിപ്പിതാവ് ഒരാളെ പറയാൻ പറഞ്ഞു. അന്ന് പണാറച്ചനെ അനപ്പാളയം പള്ളിയിലേക്ക് വെച്ചിട്ട് 6 മാസം ആയിട്ടുണ്ടോ സംശയമുണ്ട്. ഞാൻ പറഞ്ഞു ഒരാളെ എൻ്റെ മനസ്സിലുള്ളത് പാണാറച്ചനാണ്. പിതാവ് പാണാറച്ചോടും ഐക്യരാജോടും സംസാരിച്ചു. പാണാറച്ചൻ അത് ധൈര്യപൂർവ്വം ഏറ്റെടുത്തു.
ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ ഒരു ചേട്ടൻ എന്നെ കാണാമെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ചേച്ചിമാരൊന്നും ഇപ്പോൾ സ്വർണ്ണം തൊട്ട് പള്ളിയിൽ പോയില്ല. ഞാൻ നോക്കിയപ്പോൾ ലാൽ ചേച്ചിയൊക്കെ നല്ല ധൈര്യമായിട്ടാണ് സ്വർണ്ണമൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. കാരണം പാളാറച്ചൻ്റെ പ്രസംഗം കഴിയുമ്പോൾ കാഴ്ചവെപ്പിന് ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ കയ്യിലുള്ളതും കൂടെ ഊരിയിട്ട് കൊടുക്കും. അത് താലിമാലിയാണെന്ന് പോലും ഓർക്കുക. ഇത് നിർബന്ധമായിട്ടുള്ള പിരിവൊന്നുമല്ലായിരുന്നു. ഈ ദേവാലയത്തിൻ്റെ നീതി മനുഷ്യർക്ക് മനസ്സിലായി. അവരുടെ അധ്വാനവും കണ്ണീരുമാണ് ഈ ദേവാലയവും ഈ സ്ഥലവും. അത്ര ഈസിയൊന്നുമല്ല. ഇവിടെ ഒരു ഏക്കർ സ്ഥലം മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റിന് ഇവിടുത്തെ വില നമുക്കറിയാം. ഞാൻ ഇന്നലെ പിതാവിനോട് പറഞ്ഞു, ബാംഗ്ലൂർ അല്ലെ മണ്ഡ്യ രൂപതയുടെ ഏറ്റവും വലിയ ഒരു പള്ളി ഇതാണ്. ചിലപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ മണ്ഡ്യ രൂപയുടെ ആസ്ഥാനം ബാംഗ്ലൂർക്ക് മാറ്റുവാണെങ്കിൽ ഇതായിരിക്കും ദേവാലയം, സൈനിക ദേവാലയം. അതിന് എല്ലാവിധ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പാണാറൻ ഡേവിസ് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കും.